നോട്ട് 5 നോക്കുക. അതിൽ ഫസ്റ്റ് എന്താ പറയുന്നത്? ഒരു എക്സാമ്പിൾ ആണ് അല്ലേ. എന്താണ്? ഷോ ദാറ്റ് g of x equal to x square minus 1 by 3 has a unique fixed point on the interval closed minus 1 1. Okay. g of x എന്നുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട് x square minus 1 by 3. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ആണ് ഈ ഒരു ഇന്റർവെല്ലിൽ നിന്നാണ് ഷോ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? തിയറം 2 ഉണ്ട് അല്ലേ. അതായത് എന്താണ്? യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ രണ്ട് കണ്ടീഷനും ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അതായത് ഫസ്റ്റ് തിയറം 2 ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അതായത് ജി ഇൻ സി ഓഫ് എ ബി ആണോ ജി ഓഫ് എക്സ് ഇൻ എ ബി. പിന്നെന്താണ് ആ കണ്ടീഷൻ, ആ അഡീഷണൽ ആയിട്ടുള്ള ആ ഒരു മോഡ് ജി ഡാഷ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു കെ എന്നുള്ള ആ ഒരു കണ്ടീഷനും എന്തായാലും സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ ഫംഗ്ഷന് ജി എന്നുള്ള ഈ ഫംഗ്ഷൻ എന്താണ്? യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് ഈ ഒരു ഇന്റർവെല്ലിൽ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ അതാണ് പ്രൂവ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം ഈ മിനിമം മാക്സിമം ഒക്കെ എക്സിസ്റ്റ് ചെയ്യുക എവിടെയാണ്? എൻഡ് പോയിന്റ്സിലോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സിലാണ് അല്ലേ. മിനിമം ഓർ മാക്സിമം എക്സിസ്റ്റ് ഓൺ എൻഡ് പോയിന്റ്സ് ഓർ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്? അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ എങ്ങനെ നോക്കല്ലേ? ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഫംഗ്ഷൻ ചെയ്യല്ലേ. ജി ഡാഷ് എക്സ് എന്താണ്? 0 ആവണ പോയിന്റ് ആണ് അല്ലേ. അതല്ലേ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പം ഇവിടെ ജി ഓഫ് എക്സ് ആരാ? എക്സ് സ്ക്വയർ മൈനസ് 1 by 3 ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് ആണോ എന്ത് വരും? ജി ഡാഷ് എക്സ് എന്ത് വരും? ഈ എക്സ് സ്ക്വയർ ബൈ 3 ചെയ്യുമ്പോൾ എന്ത് വരും? 2x by 3 അല്ലേ. എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ 2x, പിന്നെ 1 by 3 കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ 1 by 3 into 2x, ഇപ്പോൾ 2x by 3. ഇവിടെ പിന്നെ മൈനസ് 1 by 3 ആണ്, കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. അപ്പം നമുക്ക് ഇവിടെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x by 3 എന്ന് കിട്ടും. അപ്പോൾ ജി ഡാഷ് എക്സ് 0 അവിടെ പോയിന്റ് അല്ലേ, ക്രിട്ടിക്കൽ പോയിന്റ്. അല്ലെങ്കിൽ പിന്നെ എൻഡ് പോയിന്റ്സിലും ഈ മാക്സിമം മിനിമം ഉണ്ടാവുക ക്രിട്ടിക്കൽ പോയിന്റ്സിലോ അല്ലെങ്കിൽ എൻഡ് പോയിന്റ്സിലോ. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആരാന്നാണ് ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ എന്ത് വരും? ഈ ജി ഡാഷ് എക്സ് ഈക്വൽ ടു 0 അവിടെ പോയിന്റ്സ് നോക്കും. അതായത് 2x by 3 ഈക്വൽ ടു 0 അവിടെ പോയിന്റ്. അതാരാ? എക്സ് എപ്പോഴാണ്? ഈ 2x by 3 എപ്പോഴാണ് 0 ആവുക? എക്സ് 0 ആവുമ്പോൾ അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആണ് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എൻഡ് പോയിന്റ്സ് ആരൊക്കെയായിരുന്നു? -1ഉം 1ഉം അല്ലേ. അപ്പോൾ ഈ എക്സ് ഈക്വൽ ടു 1 -1 0 ഈ 3 പോയിന്റ്സിലായിരിക്കും മാക്സിമം അല്ലെങ്കിൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുക അല്ലേ. മാക്സിമം മിനിമം എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? എൻഡ് പോയിന്റ്സിലോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സിലോ. ക്രിട്ടിക്കൽ പോയിന്റ് ആരാന്ന് പറഞ്ഞു? 0 ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. പിന്നെ എൻഡ് പോയിന്റ്സ് ആരാ? -1ഉം 1ഉം. അപ്പോൾ ഈ 3 പോയിന്റ്സിലാണ് നമ്മളെ മാക്സിമം മിനിമം ഉണ്ടാവുക. ഓക്കെ. ഇനി നമ്മൾ ജി ഓഫ് 1 -1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും അല്ലേ. ജി ആരാ? എക്സ് സ്ക്വയർ -1 അല്ലേ. എക്സ് -1 കൊടുക്കുമ്പോൾ -1 ഹോൾ സ്ക്വയർ -1 1 -1 0 വരും അല്ലേ. അപ്പോൾ എന്ത് വരും? ജി ഓഫ് 1 എന്താണ്? 0 തന്നെയാണ്. ജി ഓഫ് 0 എന്താ വരുന്നത്? -1 by 3 ആണ്. ഓക്കെ. അപ്പോൾ
മാക്സിമം അവിടെ ഉണ്ടാവുക 1ലും -1ലും അല്ലേ, മിനിമം ഇതില്. ഓക്കെ, ഇനി മോഡ് g'(x) ഇസ് ഈക്വൽ ടു നമുക്ക് എന്തരം g'(x) ആരാ 2x/3 അല്ലേ. ഈ എന്താണ് ഇത് എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓൺ -1 1ലല്ലേ. അപ്പൊ ഇതെന്താവും, നമ്മൾ എക്സിന് 1 കൊടുക്കുമ്പോൾ എന്താ പറയുക 2/3 വരും, -1 കൊടുക്കുമ്പോഴോ 2/3 ഉണ്ട്, കാരണം മോഡ് ഉള്ളതുകൊണ്ട് അല്ലേ. അപ്പൊ എന്താണ് ഇതെന്തിനേക്കാൾ ഇതാണ് 2/3നേക്കാൾ. ഓക്കെ, ഓൺ ഈ -1 1ല്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാ ഇപ്പോൾ കിട്ടിയത്? ജി എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, കാരണം ജി ഇത് x² - 1/3 ഇത് കണ്ടിന്യൂസ് ആണ് അല്ലേ. അപ്പോൾ ജി കണ്ടിന്യൂസ് ആണ് ആ ഇന്റർവെല്ലിൽ -1 1 ആണ്. പിന്നെ ഈ ഒരു കണ്ടീഷനും കൂടെ നമുക്ക് കിട്ടിയില്ലേ, മോഡ് g'(x) < 2/3. ഇയാൾ ആരാണ്? ഈ 2/3 എന്ന് പറഞ്ഞ നമ്പർ എന്താണ് 0-നേക്കാളും വലുതാണ് 1-നേക്കാളും ചെറുതാണ്. ഇതാണ് നമ്മളെ k കിട്ടിയത്. അപ്പോൾ ഇയാളെന്താണ് 0-നേക്കാളും 1-നേക്കാളും ചെറുതാണ് അല്ലെ, 0-നേക്കാൾ വലുതും 1-നേക്കാൾ ചെറുതുമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കണ്ടീഷനും കൂടി കിട്ടി. അപ്പം നമുക്ക് എന്താണ് ആ തിയറം 2ലുള്ള കണ്ടീഷൻസ് ഒക്കെ ആയി. അപ്പം നമുക്ക് എന്ത് പറയാം, ഈ ജിക്ക് യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ആണെന്ന് പറയാം ബൈ തിയറം 2. ജി ഹാസ് യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ബൈ തിയറം 2. ഓക്കെ, ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിസ്സേ, മിസ് പറ. g'(x) = 0 വെച്ചിട്ടാണോ ക്രിട്ടിക്കൽ പോയിന്റ് കാണുന്നത്, അതോ g(x) = 0 വെച്ചിട്ടോ? കാരണം എങ്ങനെ ക്രിട്ടിക്കൽ g(x) ഡെറിവേറ്റീവ് 0 ആക്കി എടുത്തിട്ടല്ലേ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് കാണാം അല്ലേ, ജീനെ അല്ലല്ലോ. നിങ്ങൾ സെക്കൻഡ് സെം എവിടെ പഠിച്ചിട്ടൊന്നുമില്ല, മാക്സിമം മിനിമം ഒക്കെ പഠിച്ചു. അപ്പൊ 2x/3 = 0 എന്ന് വരുന്ന എക്സിന്റെ സൊല്യൂഷൻസ് ആണ് x = -1 0 1 എന്നൊക്കെ. ക്രിട്ടിക്കൽ പോയിന്റ് ഏതാണ്? ഇവിടെ നമുക്ക് 0 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ആരാണ് നമ്മൾ എന്താ പറഞ്ഞത്, മാക്സിമം മിനിമം എവിടെ ഉണ്ടാവുക, എൻഡ് പോയിന്റ്സിലോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സിലോ. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് 0 ആണെന്ന് കിട്ടി, എൻഡ് പോയിന്റ്സ് ആരാണ് -1 1. അപ്പൊ ഈ 3 പോയിന്റ്സിലായിരിക്കും എന്താണ് മിനിമം മാക്സിമം എക്സിസ്റ്റ് ചെയ്യുക. അപ്പൊ അത് എവിടേക്കാണ് നോക്കി, മാക്സിമം ഈ -1ലും 1ലും, മാക്സിമം -1ലും 1ലും, മിനിമം എവിടെയാണ് എന്താണ് 0ലുമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിൽ നമ്മൾ എന്താ കിട്ടിയത്, ഇത് ജി എന്ന് പറഞ്ഞ ആള് എവിടെ ഉണ്ട് എന്നാണ് ഇപ്പൊ കിട്ടിയത്. ജി എന്ന് പറഞ്ഞ ആള് ഈ -1 1 എന്നുള്ള ആ ഇന്റർവെല്ലിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നല്ലേ ഇവിടുന്ന് കിട്ടിയത്. അതിനാണ് നമ്മൾ ഇത് കാണുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു കണ്ടീഷനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, തിയറം 2 വെച്ചിട്ട് ജിക്ക് യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ആണുള്ളത് എന്ന് പറയാം. ഓക്കെ ആണോ? ഇനി നമ്മൾ അല്ലാതെ ഇപ്പൊ നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്, ഇതിന് യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ആണ് ഈ ഒരു ഇന്റർവെല്ലിൽ നിന്ന് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഇപ്പൊ ഫിക്സ്ഡ് പോയിന്റ് ആണ് നമ്മൾ എങ്ങനെ കാണാം, g(p) എന്താണ് p എടുത്തിട്ടല്ലേ, g(p) ആവണം. ആ പോയിന്റ്സ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്, ആ പോയിന്റ്സ് ആണ് നമ്മുടെ ഫിക്സ്ഡ് പോയിന്റ് അല്ലേ. g(p) ആവണം, ആ p-നെയാണ് നമ്മൾ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറയാം. അപ്പൊ നമുക്ക് അപ്പൊ g(p) = p. അടുത്ത നോട്ടാണ് പറയാൻ പോണത്. നമ്മള് g(x) എന്തായിരുന്നു ഈ ക്വസ്റ്റ്യനിലെ
x² മൈനസ് 1/3 അല്ലേ? അപ്പോൾ ജി ഓഫ് പി ഈക്വൽ ടു പി ആണ് ആ പോയിന്റ് കാണാൻ പോകാം. പി ഈക്വൽ ടു എന്ത് വരും? p² മൈനസ് 1/3. 3p ഈക്വൽ ടു p² മൈനസ് 1 കിട്ടും അല്ലേ? നമുക്ക് എന്താണ് p² മൈനസ് 3p മൈനസ് 1 ഈക്വൽ ടു 0. ഇത് ക്വാഡ്രാറ്റിക് അല്ലേ? ഇത് നമ്മൾ സോൾവ് ചെയ്യാം. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പിന്റെ വാല്യൂ എന്ത് കിട്ടും? p ഈക്വൽ ടു 1/2 3 മൈനസ് √30 എന്നും, അതുപോലെ പിക്ക് രണ്ട് ക്വാഡ്രാറ്റിക് അല്ലേ, അപ്പോൾ രണ്ട് വാല്യൂ ഉണ്ടാവും അല്ലേ? പിക്ക് എന്ത് കിട്ടും? വേറെ വാല്യൂ 1/2 ഇൻറ്റു 3 പ്ലസ് √30 എന്ന് കിട്ടും. ഈ രണ്ട് വാല്യൂ കിട്ടും. ഈ രണ്ട് പോയിന്റ്സ് ആണ് ഫിക്സ്ഡ് പോയിന്റ് എന്ന് കിട്ടും. പക്ഷെ ഈ പോയിന്റ് അല്ലേ നമ്മൾ ആ ഒരു ഇന്റർവെല്ലിൽ ഉണ്ടാവുക, -1 1 എന്നുള്ള ആ ഇന്റർവെല്ലിൽ ഈ പോയിന്റേ ഉള്ളൂ. ഇതെന്താണ്? ഈ അപ്പുറത്താണ്. നോട്ട് ബിലോങ്സ് ടു -1 1. ഓക്കെ, നമ്മൾ ആ തിയറം വെച്ചിട്ട് നമ്മൾ ആ തിയറം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഇതിന് യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ആണ് ഉള്ളത് എന്ന് അല്ലേ? നമുക്ക് ഇവിടെ കിട്ടി എന്താണ്? ഇതാണ് അതിൻ്റെ ആ ഫിക്സ്ഡ് പോയിന്റ് എന്ന് നമ്മൾ ആൾജിബ്രൈക്കലി സോൾവ് ചെയ്തു. അപ്പോൾ ആ നോട്ട് പറയുന്നതാണ് നമ്മൾ p ഈക്വൽ ടു ജി ഓഫ് പി നിർത്തും. അപ്പോൾ നമുക്ക് ആ പോയിന്റ് എന്ത് കിട്ടി? ആ p എന്ന് പറഞ്ഞ ആള് 1/2 3 മൈനസ് √13 ആണെന്ന് കിട്ടി. ഇനി അതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് പേജിൽ പറയുന്ന ഒരു കാര്യം, അതായത് നമ്മളിപ്പോൾ ഈ തിയറം 2 ആക്ച്വലി പറയുന്നത് എന്താണ്? ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ 1 2 എന്നുള്ള ആ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് യൂണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്നാ കിട്ടുള്ളൂ അല്ലേ? നമുക്ക് തിരിച്ചു പറയാൻ പറ്റൂല. യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഓക്കെ, നമുക്ക് ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം യൂണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ആണ് കൺക്ലൂഡ് ചെയ്യാം. തിരിച്ചു പറയാൻ പറ്റൂല. അപ്പോൾ ആ തിയറം 2 നമുക്ക് എന്തേ തരുന്നുള്ളൂ? സഫീഷ്യൻറ്റ് കണ്ടീഷനെ തരുന്നുള്ളൂ, നെസസറി കണ്ടീഷൻ ഇല്ല. ഇങ്ങോട്ടേ തരുന്നുള്ളൂ, അങ്ങോട്ടില്ല. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ബാക്കി പറയുന്നത്. എന്താണ്? ഇനി ഈ ഇന്റർവെല്ലിൽ നമ്മൾ 3 4 എന്നുള്ള ഇന്റർവെല്ല്, ഓക്കെ, അതിന്റെ മുന്നേ ഒരു ഫിഗർ ഉണ്ട് അല്ലേ? ഈ ഫിഗർ ഇല്ലേ, കാണുന്നുണ്ടോ? ഇതിൽ എന്താണ്? ഇതാണ് നമ്മൾ ഈ -1 1 എന്നുള്ള ആ ഒരു ഇൻ്റർവെല്ലിലുള്ള പി എന്ന് പറഞ്ഞ പോയിന്റ്, അതായത് 1/2 3 മൈനസ് √13 എന്നുള്ള ആ പോയിന്റ്. പിയും ജി ഓഫ് പിയും ഈക്വൽ ആവണ പോയിന്റ് അല്ലേ ഫിക്സ്ഡ് പോയിന്റ്? അപ്പോൾ 1/2 3 മൈനസ് √13, 1/2 3 മൈനസ് √13 ആ പോയിന്റ് ആണ് ഈ ഒരു ഇതിലുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത് കാണിക്കുന്നത് കണ്ടോ? ഇതിൽ എന്താണ്? ആ രണ്ടാമത്തെ പോയിന്റ്, ആ പോയിന്റ് ആ ഇൻ്റർവെല്ലിലില്ല. -1 1 പറഞ്ഞാൽ ആ ഇൻ്റർവെല്ലിലില്ല. ഇത് ഏത് ഇൻ്റർവെല്ലിലുള്ളത്? 3 4 എന്നുള്ള ആ ഇൻ്റർവെല്ലിലാണ് ഈ എന്താണ് ഈ ഫിക്സ്ഡ് പോയിന്റ് ഉള്ളത്. ഓക്കെ, ആ 3 4 എന്നുള്ള ആ ഇൻ്റർവെല്ലിൽ ക്ലിയർ ഇട്ടില്ല. ഓക്കെ, ആ 3 4 എന്നുള്ള ആ ഇൻ്റർവെല്ലിൽ ഇവിടെ ഈ ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടെന്ന് നമുക്ക് കിട്ടി. ഇത് ഈ ഇന്റർവെല്ലിൽ ഇല്ല, പകരം 3 4 എന്ന് പറഞ്ഞ ആ ഇന്റർവെല്ലിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇന്റർവെല്ലിൽ ഉണ്ട്. ഇനി നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അതായത് തിരിച്ച് ഇങ്ങോട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതിന് ഇങ്ങോട്ട് കിട്ടും, പക്ഷെ ഇങ്ങോട്ട് കിട്ടണില്ല എന്ന് കാണിക്കാണ് ഈ എക്സാമ്പിൾ ചെയ്യുന്നത്. നമുക്ക് എന്താണ്? -1 1 എന്നുള്ള ആ ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ഒരു തിയറം 2 അല്ലെ ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു യൂണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് പ്രൂവ് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ ഇന്റർവെല്ലിൽ ഇനി ഈ 3 4 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഫിക്സ്ഡ് പോയിന്റ് കിട്ടി. ആരാണ്? ഈ 1/2 3 പ്ലസ് √13 എന്ന് പറഞ്ഞ ആ ഫിക്സ്ഡ് പോയിന്റ് കിട്ടി ഈ ഇന്റർവെല്ലിൽ. അപ്പോൾ നമ്മൾ തിരിച്ച് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എന്താണ് ആ കണ്ടീഷൻ? എന്താണ്? മോഡ് G'4 നോക്കുക. മോഡ് G'4 നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8/3 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആണ്. നമുക്ക് എന്താണ്? മോഡ് G' ഓഫ് അയാളെന്താണ്? ലെസ് ദാൻ ഈക്വൽ ടു k ലെസ് ദാൻ 1 ആവണം. പക്ഷെ ഇവിടെ തിരിച്ചാവുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ യൂണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടായിട്ടും നമുക്ക് എന്താണ് ഈ കണ്ടീഷൻ കിട്ടില്ല എന്ന് കിട്ടി.
അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എന്തിന് എന്താണ് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് കിട്ടണില്ല എന്നുള്ളതിനൊരു ഇതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നല്ല മനസ്സിലായോ? മനസ്സിലായോടോ? ആരെങ്കിലും ഒന്ന് പറയുമോ? പറയടോ, എന്താ ചെയ്തെന്ന് മനസ്സിലായോ? മിസ്സേ, ആ പറ. രണ്ടാമത്തെ പി എന്ന് പറഞ്ഞത് 3-4 എന്ന ഇന്റർവെല്ലില്ല നമുക്ക് എങ്ങനെ മനസ്സിലാവാം? √13 വാല്യൂ ഒക്കെ നമുക്ക് അറിയണ്ടേ? അതിനാണ് ഞാൻ ആ ഫിഗർ കാണിച്ചു തന്നത്. അതുപോലെ അത് നമുക്കൊരു എന്താണ് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്നതാണ്. നമുക്ക് ഇതിപ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്, എത്ര വരുന്നേ? 3 + √13 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നേ? കാൽക്കുലേറ്ററിൽ √13 വാല്യൂ എത്ര? √13 3.6055 + 3 അപ്പോൾ എത്ര വരും? 6.6055 ഇല്ലേ, /2 അല്ലേ? അപ്പോൾ എത്ര വരുന്നേ? 3.3027. അപ്പോൾ ഈ വാല്യൂ ഉണ്ടോ ഇവിടെ അല്ലേ ഉള്ളത്? ഈ ഇന്റർവെല്ലല്ലേ ആണോ? ഇനി ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. √13 എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ അല്ലേ? √13 അപ്പോൾ 3 ന്ന് ഈ √13 മൈനസ് ചെയ്യാം, /2 എന്താ വരിക? -3.02 സോറി -0.3 -0.302 അത് ഇതിലാണ് ബിലോങ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇത് ഇതിലാണ് മനസ്സിലായത്. അപ്പോൾ ആ ഇന്റർവെല്ലിലുള്ള ആ ഒരു ഫിഗറാണ് അവിടെ ഉള്ളത്. ആ ചിത്രങ്ങൾ വരച്ചാണ്. ഓക്കെ, ഇനി ബോർഡ് വരക്കാൻ മടിയായിട്ടാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പോർഷനിൽ? ബാക്കി പറയട്ടെ. അടുത്ത എക്സാമ്പിളും ഈ ഒരു തിയറത്തിനെ നമ്മളെന്താ പറഞ്ഞത്? ഇപ്പോൾ 2 ഇന്റർവെൽ നമ്മളെ കയ്യിലുള്ള -1 1 ഒന്നുകൂടെ പറയാം. -1 1 എന്ന ഇന്റർവെല്ലും 3 4 എന്നുള്ള ഇന്റർവെല്ലും. ഓക്കെ, അപ്പം നമ്മൾ ഈ എക്സാമ്പിൾ ഈ നോട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഈ ഒരു ഇന്റർവെല്ലിൽ ആ ഫംഗ്ഷൻ g(x) എന്ന് പറഞ്ഞ ആ ഫംഗ്ഷൻ എന്താണ്? x² - 1/3 എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ എന്താണ്? ഈ ഇന്റർവെല്ലിൽ യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്നാണ് കാണിച്ചത്. അതെങ്ങനെ കാണിച്ചത്? നമ്മൾ തിയറം 2 വെച്ചിട്ടാണ് കാണിച്ചത്. തിയറം 2-ലെ ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ 3 4 എന്നുള്ള അപ്പോൾ നമ്മൾ ആ ഫിക്സ്ഡ് പോയിന്റ് ആരാന്നാണ് നമ്മൾ ആ നോട്ടിലൂടെ കാണിച്ചത്. പിന്നെ രണ്ടാമത് പറഞ്ഞ ആള് ഏത് ഇന്റർവെല്ലാണ്? ഈ 3 4 എന്നുള്ള ഇന്റർവെല്ലാന്ന് നമുക്ക് കിട്ടി അല്ലേ? ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 3 4 എന്ന് പറഞ്ഞ ഇന്റർവെൽ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്കൊരു യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്ന് കിട്ടി. അപ്പോൾ തിരിച്ച് ഈ പറഞ്ഞ 1 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ തിയറം 2 കൊണ്ട് നമുക്ക് തിയറം 2 കൊണ്ട് എന്ത് ഉപകാരം? ഈ ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടോ എന്ന് പറയാനേ പറ്റുള്ളൂ. അതായത് ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്ന് വെച്ചിട്ട് ആ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് എന്താണ് ഇത്രയാണ്. അപ്പൊ അല്ല മിസ്സേ, ആ ഡൊമൈന് വലുതാക്കിയാ പോരെ? അപ്പൊ ഇൻക്ലൂഡഡ് ആവൂലേ? എന്ത് ഞാൻ അല്ലാതെ കാണിച്ചതാണ്. അതായത് ഈ തിയറം 2-ന് നമുക്ക് സഫീഷ്യന്റ് കണ്ടീഷൻ മാത്രമാണ് പറ്റുള്ളൂ, നെസസറി കണ്ടീഷൻ പറ്റൂല എന്ന് കാണിച്ചതാണ്. അതായത് ഇപ്പോൾ നമ്മൾ കൗണ്ടർ എക്സാമ്പിൾ ആണ് കാണിച്ചത്.
അപ്പോൾ ആ കൗണ്ടർ എക്സാമ്പിൾ കാണിക്കാൻ നമ്മൾ ഈ ഒരു ഇൻ്റർവെൽ എടുത്ത് ഓക്കെ വലുതാക്കിയിട്ട് ഇപ്പം എന്താ അതായത് നമ്മൾ ഒരു സാധനം പ്രൂവ് ചെയ്യ നമ്മൾ ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം ഫോർ എവറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണം എല്ലാവർക്കും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു പറഞ്ഞിട്ട് പ്രൂവ് ചെയ്യണം. ഇനി ഒരു സാധനം തെറ്റാന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി ഒരു കൗണ്ടർ എക്സാമ്പിൾ കിട്ടിയാൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണോ ഈ ടേമൊക്കെ കൗണ്ടർ എക്സാമ്പിള് കോൺട്രഡിക്ഷൻ അതൊക്കെ അറിയോ ഈ ടേമൊക്കെ ഫസ്റ്റ് സെമ്മിൽ ഒറ്റല്ലേ? ഓക്കെ അപ്പൊ എപ്പോഴും ഇത് മൈൻഡിലുണ്ടാവട്ടെ എന്താണ് നമ്മളൊരു കാര്യം ട്രൂ ആണെന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും ട്രൂ ആണെന്ന് പറയണം. പക്ഷെ ഒരു കാര്യം തെറ്റാന്ന് പറയാൻ ഒരൊറ്റ അത് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരൊറ്റ എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഓക്കെ ഇനി അടുത്ത എക്സാമ്പിളും എന്താണ് ഇത് ഈ തിയറത്തിന്റെ നെസസറി പാർട്ട് ഉണ്ട് സഫീഷ്യന്റ് പാർട്ട് കിട്ടൂല എന്ന് കാണിക്കാണ്. ഓക്കെ അല്ല മിസ് അപ്പൊ മിസ് പറഞ്ഞെന്താ ആ തിയറം 2ന്റെ രണ്ടും ഇല്ലെങ്കിൽ അതായത് തിയറം 2 എന്താ പറഞ്ഞേ രണ്ട് കണ്ടീഷന് അല്ലേ? ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ യൂണിക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്നാണ് തിയറം 2 പറഞ്ഞത്. നമുക്ക് ഈഫ് ആൻഡ് ഓൺലി ഇഫ് ഇല്ല ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ. ഈഫ് ആൻഡ് ഓൺലി ഇഫ് നമ്മൾക്കില്ല. ഈ രണ്ട് കണ്ടീഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടായി എന്ന് വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്ന് പറയാൻ പറ്റൂല. ഓക്കെ നമ്മളെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് പോയിന്റ് ഇല്ല എന്ന് പറയാൻ പറ്റൂല. യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്ന് എടുത്തു കഴിഞ്ഞാല് ഈ കണ്ടീഷൻ കിട്ടണം എന്നില്ല. അതല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞേ നമ്മൾ ഈ ഒരു 3-4 എന്ന് പറഞ്ഞ ഇന്റർവെൽ യൂണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് നിർത്തും. പക്ഷെ ആ കണ്ടീഷൻ കിട്ടണില്ലല്ലോ. നമുക്ക് G' എന്താണ് ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് കിട്ടിയത്. ആ കണ്ടീഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്ന് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടണില്ല, നമുക്ക് ഇങ്ങോട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഈ തിയറത്തിന്റെ എന്താണ് സഫീഷ്യൻ ഇങ്ങോട്ടുള്ള പാട്ടേ നമുക്കുള്ളൂ, ഇങ്ങോട്ടുള്ള പാട്ടില്ല. അതായത് ഈ തിയറത്തിന് ഈഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയാൻ പറ്റൂല. ഈഫ് ഇങ്ങനെ കണ്ടീഷൻ ഉണ്ട് എന്നെങ്കിൽ യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? നമ്മളെ ഈ ക്വസ്റ്റ്യനില്ലെയോ അതിൽ നമ്മള് 3-4 എന്ന ഇന്റർവെല്ല എടുത്തെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഈ തിയറത്തിലെ ഫസ്റ്റ് കണ്ടീഷൻ സെക്കൻഡ് കണ്ടീഷനും ഉണ്ടെന്ന് കാണിക്കാൻ കഴിയൂല. ഇല്ല, കാണിക്കാൻ കഴിയൂല. അപ്പൊ തന്നെ പോയില്ലേ, അത് വെച്ചിട്ട് നമുക്ക് ഫിക്സഡ് പോയിന്റ് ഇല്ല എന്ന് പറയാൻ പറ്റൂല. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എന്താണ് ഈ മെത്തേഡിലൂടെ, ഈ ആൾജിബ്രായിക് മെത്തേഡിലൂടെ പോയിട്ട് പറയണം അവിടെ ഫിക്സഡ് പോയിന്റ്. ഈ മെത്തേഡിൽ നമ്മൾ G(p) ആന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് വന്നു. ഈ എന്താണ് ആ പോയിന്റ് കിട്ടിയില്ലേ, എന്താണ് 1/2 3 - √13. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായി മാറുകയാണെന്നുണ്ടെങ്കിൽ 3-4 എന്നുള്ള ആ ഇന്റർവെല്ലില് എന്താണ് ഓക്കെ. അപ്പൊ ഈ എന്താണ് ഇതാണ് ആ പോയിന്റ്. ഈ പോയിന്റ് കിട്ടി. ഈ പോയിന്റ് ഈ 3-4 എന്ന് പറഞ്ഞ ഇന്റർവെല്ലുണ്ട്. അപ്പൊ ഈ 3-4 എന്ന് പറഞ്ഞ ഇന്റർവെല്ലില് നമുക്ക് എന്തായി യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് കിട്ടിയെന്ന് കിട്ടി അല്ലേ? ആ ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്. ഷോ ദാറ്റ് തിയറം 2 ഡസ് നോട്ട് എൻഷുർ a unique fixed point of g of x equal to 3⁻⁻x on the interval 0-1 even though a unique fixed point on this interval does exist. Okay. നിങ്ങളിപ്പോ ചോദിച്ചില്ലേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയി മാറിയാലോ എന്ന് ചോദിച്ചില്ലേ? അതായത് തിയറം 2 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിലും, ഈ തിയറം 2 എന്താണ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് പറയണം അവിടെ എന്താണ് ആ ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്ന് കാണിക്കണം. ഇപ്പൊ നോക്ക്, ഈ തിയറം 2 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് 3-4 എന്ന് പറഞ്ഞ ആ ഇന്റർവെല്ലില് g(x) = x² - 1/3 എന്ന് പറഞ്ഞ ആ ഫംഗ്ഷന് യൂണിക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ എടുത്ത് ചെയ്യേണ്ടത്. G(p) = p എന്നിട്ട് p = ഇത് പറഞ്ഞിട്ട് പിന്നെ ആ ഗ്രാഫ് വരച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ ആയി. ഓക്കെ ആണോ? ഓക്കെ ആണോടോ? ആ ക്വസ്റ്റ്യൻ നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫംഗ്ഷൻ എന്താണ് G(x) =
3⁻⁻x. ഇൻ്റർവെല്ലിൽ എന്താ തന്നെ 0 1. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, g'(x) കാണും. g'(x) എന്ത് വരും, ഇതാരാ a⁻x ഇപ്പം എന്താണ് ഫംഗ്ഷൻ a⁻x ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, a⁻x log x അല്ലേ. അപ്പോൾ ഇതെന്ത് വരും 3⁻⁻x ആ a⁻x log a എന്നല്ലേ വരിക? log a. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ln3 അല്ലേ, ഇവിടെ മൈനസ് വരും അല്ലേ, കാരണം മൈനസ് ഇവിടെ ഉണ്ട്. ഓക്കെ, -x ചെയ്യുമ്പോൾ -1 പുറത്ത് വരും. അപ്പോൾ എന്താ g'(x) ഇതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -3⁻⁻x ln3 എന്ന് വരും. ഇനി നോക്ക്, ഈ ln3 ആരോ പോസിറ്റീവ് നമ്പർ ആണ് അല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 1/3⁻x. അപ്പോൾ ഇതെന്തായി, മൊത്തത്തിൽ എന്തായി, <0 ആയില്ലേ. ആയോടോ, g'(x) എന്ത് കിട്ടി, ഇത് കിട്ടി. ഇയാൾ പോസിറ്റീവ് ആണ്, പിന്നെ നെഗറ്റീവ് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ആ വാല്യൂ എന്താണ്, <0 വരും ഓൺ 0 1. ഇനി ഞാൻ g(1) കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടി, g(1) എന്ന് പറയുമ്പോൾ 3⁻⁻1 അല്ലേ, അതായത് 1/3 അല്ലേ. അപ്പോൾ പിന്നെ ഈ g(0) വരുമ്പോൾ എന്ത് വരും, 3⁻⁻0 അല്ലേ, അതായത് 1/3⁻0 1 അല്ലേ വരിക. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ g(1) ഈക്വൽ ടു 1/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു g(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഈക്വൽ ടു g(0) പറഞ്ഞൂടെ. ഫോർ 0 ലെസ് ദാൻ ഈക്വൽ ടു x ലെസ് ദാൻ ഈക്വൽ ടു 1. ഇനി എന്ത് ചെയ്യാൻ ചെയ്യുന്നത്, നമുക്ക് ഈ തിയറത്തിൻ്റെ ഫസ്റ്റ് പാർട്ടായി. ഇനി നമ്മൾ മോഡ് g'(x) നോക്കും. മോഡ് g'(x) മോഡ് g'0 കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ എന്താ വരിക, g'0 -ln3 അല്ലേ, ഇത് 1 ആയി മാറും, -ln3 ആയി മാറും. അപ്പോൾ ഇതെന്താ വരിക, -1.0986 എന്ന് വരിക. ഇത് ആരെക്കാൾ പുറത്തേക്ക് പോയില്ലേ, ഈ ഇൻ്റർവെല്ലിന് പുറത്ത് പോയില്ലേ. അതായത് സോറി, ഇതെന്തായി, മോഡ് g'(x) എന്തായി മാറി, ലെസ് ദാൻ ഇത് -1. നമുക്ക് മോഡ് g'(x) ലെസ് ദാൻ ഈക്വൽ ടു 1 എന്നല്ലേ കിട്ടിയത്. നമുക്ക് ഈ വാല്യൂ എന്താ കിട്ടിയത്, മോഡ് g'0 എന്താ കിട്ടിയത്, -1.098 എന്നല്ലേ. ഇത് ഈ ഇൻ്റർവെല്ലിലുണ്ടോ, ഇതൊക്കെ -1ൻ്റെ അപ്പുറം പോയില്ലേ. അപ്പോൾ ഇത് തന്നെ എന്താവണം, ലെസ് ദാൻ ഈക്വൽ ടു 1. മോഡ് g'(x) ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് g'(x) സോറി g'(x) ലെസ് ദാൻ ഈക്വൽ ടു 1 എന്നല്ലേ. അപ്പോൾ എന്താണ്, ഇതിൻ്റെ ഇപ്പുറത്ത് പോയി എന്നല്ലേ. അപ്പോൾ എന്താണ്, മോഡ് g'(x) നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്നായി. അതായത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അതായത് നമുക്ക് ആ തിയറം 2 വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റൂല എന്നായി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, തിയറം 2 നമുക്ക് ഈ യുണീക്നെസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തിയറം 2 യൂസ് ചെയ്യാൻ പറ്റൂല എന്ന് കിട്ടും. ആൻഡ് തിയറം 2 cannot be used to determine uniqueness. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ, നമ്മൾ അതിൻ്റെ ഗ്രാഫ് എടുക്കണം. g എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് ഫംഗ്ഷൻ അല്ലേ, കാരണം എന്താണ്, g'(x) എന്താണ് ലെസ് ദാൻ 0 എന്നല്ലേ കിട്ടി. ഇപ്പോൾ ഡിക്രീസിങ് ആണ്. ഞാൻ ഫിഗർ കണ്ടോ, ഓക്കെ. ഇതിൽ നിന്ന് എന്ത് കിട്ടും, ആ ഒരു ടച്ച് ചെയ്യുന്ന പോയിന്റ് അല്ലേ, ഇതാ ഒരു യുണീക്ക് ഫിക്സ്ഡ്, അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുക. നമ്മൾ എന്ത് ചെയ്യുക,
ഇതാണ് ആ പോയിന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ജി ഓഫ് പി ഈക്വൽ ടു പി അല്ലേ. അപ്പോൾ ജി ഓഫ് എന്ത് വരും, ത്രീ റേസ് ടു മൈനസ് പി ഈക്വൽ ടു പി അല്ലേ. എന്ത് ചെയ്യാം, ഇത് 1/3 റേസ് ടു പി അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, പിന്റെ വാല്യൂ കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ പി ആരാണെന്ന് കണ്ടെത്തുക. നമ്മൾ ആ ഗ്രാഫ് വരക്കുക, ഈ 1/3 റേസ് ടു ഇതിന്റെ ഗ്രാഫ് വരക്കുക, ആ പി കാണുക, നമുക്ക് അങ്ങനെ കിട്ടും. നമ്മൾ എന്താ ചെയ്തത്, ആ തിയറം 2 വെച്ചിട്ട് പോകാൻ പറ്റൂല എന്ന് പറയും. നമ്മൾ അൾജിബ്രായിക്കലി നമ്മളിങ്ങനെ ഫിക്സ്ഡ് പോയിന്റ് സോൾവ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി നോക്കാം. ഷോ ദാറ്റ് തിയറം 2 നമുക്ക് എന്താവണമെന്നില്ല, യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഈ ജി ഓഫ് എക്സ് ഈക്വൽ ടു 3 റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമുക്ക് തിയറം 2 എൻഷുവർ ചെയ്യുന്നില്ല, യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് എൻഷുവർ ചെയ്യുന്നില്ല ആ ഇന്റർവെല്ലിൽ. ഈവൻ ദോ എ യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഓൺ ദിസ് ഇന്റർവെൽ ഡസ് എക്സിസ്റ്റ്. ആ യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്താലും തിയറം 2 വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റൂല യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടെന്ന്. അപ്പം അതന്നെയല്ലേ നമ്മൾ പറഞ്ഞത്, തിയറം 2 വെച്ചിട്ട് നമുക്ക് യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടെന്ന് പറയാൻ പറ്റൂല, കാരണം ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ പറയായിരുന്നു, ഫിക്സ്ഡ് പോയിന്റ് യുണീക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയായിരുന്നു. പക്ഷെ നമുക്ക് അത് വെച്ചിട്ട് പറയാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേറെ മെത്തേഡിലൂടെ പോകും. അപ്പോൾ ആ മെത്തേഡ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഫിക്സ്ഡ് പോയിന്റ് അവിടെ ഉണ്ട് എന്ന് കിട്ടും. അപ്പോൾ എന്താണ്, ആ തിയറം 2 വെച്ചിട്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല അവിടെ ഫിക്സ്ഡ് പോയിന്റ് യുണീക്കാണെന്ന്. ഈവൻ ദോ എന്നിരുന്നാലും ആ ഒരു ഇന്റർവെല്ലിൽ ഈ ഫിക്സ്ഡ് പോയിന്റ് യുണീക്ക് ഫിക്സ്ഡ് പോയിന്റ് എക്സിസ്റ്റ് ചെയ്താൽ പോലും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു നോട്ട് 5 കംപ്ലീറ്റ് ആയിട്ടുണ്ട്.